ഓം ശാന്തി 21/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ കൽപ്പകൽപ്പം വന്ന് നിങ്ങൾ കുട്ടികൾക്ക് തന്റെ പരിചയം നൽകുന്നു. നിങ്ങളും ബാബയുടെ യഥാർത്ഥ പരിചയം എല്ലാവർക്കും കൊടുക്കണം. ചോദ്യം: കുട്ടികളുടെ ഏത് ചോദ്യം കേട്ടാണ് ബാബ പോലും അത്ഭുതപ്പെടുന്നത്? ഉത്തരം: കുട്ടികൾ പറയുന്നു, ബാബ, അങ്ങയുടെ പരിചയം നൽകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ പരിചയം നൽകും? ഈ ചോദ്യം കേട്ട് ബാബയും അത്ഭുതപ്പെടുന്നു. ബാബ തന്റെ പരിചയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കും മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കും. ഇതിൽ ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവുമില്ല. ഇത് വളരെ സഹജമാണ്. നമ്മൾ എല്ലാ ആത്മാക്കളും നിരാകാരന്മാരാണ്. എങ്കിൽ തീർച്ചയായും ആത്മാക്കളുടെ അച്ഛനും നിരാകാരനായിരിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത അച്ഛൻ അടുത്തിരിക്കുന്നുണ്ട്. ഇതും മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത ബാബ ഈ രഥത്തിൽ തന്നെയാണ് വരുന്നത്. എപ്പോൾ ബാബ് ദാദ എന്ന് വിളിക്കുന്നുവോ അപ്പോൾ അറിയാം ഇത് ശിവബാബയാണ്. ബാബ ഈ രഥത്തിൽ ഇരിക്കുകയാണ്, തന്റെ പരിചയം നൽകുകയാണ്. കുട്ടികൾക്കറിയാം ഇത് ബാബയാണ്. ബാബ നിർദ്ദേശം നൽകുകയാണ്, ആത്മീയ അച്ഛനെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഭസ്മമാകും. ഇതിനെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ബാബയുടെ പരിചയം മറ്റുള്ളവർക്ക് എങ്ങനെ നൽകും എന്ന് ചോദിക്കാമോ? നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയുടെ പരിചയം ലഭിച്ചെങ്കിൽ അത് നൽകാനും സാധിക്കും. എങ്ങനെ പരിചയം നൽകും എന്ന ചോദ്യം പോലും ഉദിക്കുന്നില്ല. എങ്ങനെ നിങ്ങൾ ബാബയെ മനസ്സിലാക്കിയോ അതുപോലെ പറയാൻ കഴിയും. അതായത് നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ ഒരാളാണ്. ഇതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ചിലർ പറയുന്നു, ബാബ അങ്ങയുടെ പരിചയം നൽകുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, ബാബയുടെ പരിചയം നൽകുക ഇതിൽ ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവുമില്ല. മൃഗങ്ങൾ പോലും സൂചനകളിലൂടെ മനസ്സിലാക്കും ഞാൻ ഇന്നതിന്റെ കുട്ടിയാണെന്ന്. നിങ്ങൾക്കും അറിയാം നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ് ബാബ എന്നത്. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അതായത് ആത്മാവ് അകാലമൂർത്തിയാണ്. അതിന് ഒരു രൂപവും ഇല്ല എന്നല്ല. കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, തീർത്തും സഹജ കാര്യമാണ്. ആത്മാക്കൾക്ക് ഒരേ ഒരു നിരാകാരനായ അച്ഛനേ ഉള്ളൂ. നമ്മളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്, ബാബയുടെ സന്താനങ്ങളാണ്. ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഇതുമറിയാം, അച്ഛനെയും അച്ഛന്റെ മക്കളെയും അറിയാത്ത ഒരു കുട്ടിയും ഈ ലോകത്ത് ഉണ്ടാകില്ല. അച്ഛന്റെ കയ്യിൽ എന്തെല്ലാം സമ്പത്തുണ്ട് എല്ലാം അറിയും. ഇത് ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ഇത് മംഗളകാരിയായ മേളയാണ്. ബാബയാണ് മംഗളകാരി. വളരെയധികം മംഗളം ചെയ്യുന്നു. ബാബയെ തിരിച്ചറിയുന്നതിലൂടെ മനസ്സിലാക്കുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. സന്യാസി ഗുരുക്കന്മാരുണ്ടല്ലോ, അവരുടെ ശിഷ്യന്മാർക്ക് ഗുരുവിന്റെ സമ്പത്തിനെക്കുറിച്ച് അറിവുണ്ടാകില്ല. ഗുരുവിന്റെ കയ്യിൽ എന്ത് സമ്പത്താണുള്ളത് എന്നത് ഏതെങ്കിലും ശിഷ്യന് അറിവുണ്ടാവുക പ്രയാസമാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഇത് ശിവബാബയാണ്. സമ്പത്തും ബാബയുടെ കയ്യിലുണ്ടാകും. കുട്ടികൾക്കറിയാം പരിധിയില്ലാത്ത ബാബയുടെ പക്കൽ സമ്പത്തുണ്ട്. വിശ്വത്തിന്റെ രാജധാനി അഥവാ സ്വർഗം. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മാത്രമേയുള്ളൂ, മറ്റാരുടെയും ബുദ്ധിയിൽ ഇല്ല. ലൗകിക പിതാവിന്റെ പക്കൽ എത്ര സമ്പത്തുണ്ട് എന്നത് അവരുടെ മക്കൾക്കേ അറിയൂ.
ഇപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ ജീവിച്ചിരിക്കെ പാരലൗകിക പിതാവിന്റേതായിരിക്കുന്നു. ബാബയിൽ നിന്നും എന്താണ് ലഭിക്കുന്നത് എന്നതും അറിയാം. നമ്മൾ ആദ്യം ശൂദ്ര കുലത്തിലേതായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിലേക്ക് വന്നു. ഈ ജ്ഞാനവുമുണ്ട്. അതായത് ബാബ ഈ ബ്രഹ്മ ശരീരത്തിലാണ് വരുന്നത്. ഇവരെയാണ് പ്രജാപിത ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്. ശിവബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. പ്രജാപിത ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവരുടെ കുട്ടിയായി മാറിയിരിക്കുന്നു. ശിവബാബയെ വിളിപ്പുറത്ത് ഹാജരാകുന്നവരാണ്, എല്ലാം അറിയുന്നവരാണ് എന്ന് പറയുന്നു. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ എങ്ങനെയാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകുന്നത് എന്ന്. ബാബ മുഴുവൻ ആത്മാക്കളുടെയും പിതാവാണ്. ബാബയെ നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടത് എന്ന് പറയുന്നത് തെറ്റാണ്. ബാബയുടെ നാമവും രൂപവും ഓർമ്മയുണ്ട്. രാത്രിയും ആഘോഷിക്കുന്നുണ്ട്. ജയന്തി മനുഷ്യർക്കാണ് ഉണ്ടാകുന്നത്. ശിവബാബയുടെ രാത്രി എന്നാണ് പറയുന്നത്. കുട്ടികൾക്കറിയാം രാത്രി എന്ന് എന്തിനെയാണ് പറയുന്നത്. രാത്രിയിൽ ഘോര അന്ധകാരം ഉണ്ടാകും. അജ്ഞാനം അന്ധകാരമാണല്ലോ. ജ്ഞാന സൂര്യൻ ഉദിച്ചാൽ അജ്ഞാനത്തിന്റെ അന്ധകാരം വിനാശമാകും. ഇപ്പോഴും പാടുന്നുണ്ട്, പക്ഷെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. സൂര്യൻ ആരാണ്, എപ്പോൾ പ്രകടമായി, ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്. ജ്ഞാനസൂര്യനെ ജ്ഞാനസാഗരൻ എന്നും പറയാറുണ്ട്. പരിധിയില്ലാത്ത ബാബ ജ്ഞാനസാഗരനാണ്. സന്യാസിമാരും ഗുരു ഗോസായിമാരും സ്വയം ഞങ്ങൾ ശാസ്ത്രങ്ങളുടെ അധികാരികളാണ് എന്ന് കരുതുന്നു. അതെല്ലാം ഭക്തിയാണ്. വളരെയധികം വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് വിദ്വാനാകുന്നു. അതിനാൽ ബാബ ഇരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതിനെയാണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള മിലനം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ഈ രഥത്തിൽ വന്നിരിക്കുന്നു. ഈ മിലനത്തെയാണ് മേള എന്ന് പറയുന്നത്. എപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുവോ അപ്പോൾ അതും മേളയാണ്. ഇവിടെ ബാബ സ്വയം ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. ഈ ഒരു പോയിന്റ് വളരെ നല്ല രീതിയിൽ ധാരണ ചെയ്യൂ. മറന്നു പോകരുത്. ഇപ്പോൾ ബാബ നിരാകാരനാണ്. ബാബയ്ക്ക് സ്വന്തമായി ശരീരമില്ല. അതിനാൽ തീർച്ചയായും എടുക്കേണ്ടി വരും. അതിനാൽ സ്വയം പറയുന്നു, ഞാൻ പ്രകൃതിയുടെ ആധാരം എടുക്കുകയാണ്. ഇല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും? ശരീരമില്ലാതെ സംസാരിക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ ഈ ശരീരത്തിൽ വരുന്നു. ഇവരുടെ പേര് ബ്രഹ്മാവ് എന്ന് വെച്ചിരിക്കുന്നു. നമ്മളും ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി മാറിയാൽ തീർച്ചയായും പേരും മാറണം. നിങ്ങൾക്കും പേര് വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, അതിൽ ചിലർ ഇല്ല. അതിനാൽ ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. ഭക്തമാല എന്നും രുദ്രമാല എന്നും പാടപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. വിഷ്ണുവിന്റെ മാല ഉണ്ടാകുന്നതാണ്. ആദ്യ നമ്പറിലുള്ള മാലയിലെ മണി ആരാണ്? പറയും യുഗളാണെന്ന്. അതിനാലാണ് സൂക്ഷ്മവദനത്തിലും യുഗളിനെ കാണിച്ചിരിക്കുന്നത്. വിഷ്ണുവിനെയും 4 ഭുജങ്ങളോടെയാണ് കാണിച്ചിരിക്കുന്നത്. 2 ഭുജങ്ങൾ ലക്ഷ്മിയുടെയും 2 ഭുജങ്ങൾ നാരായണന്റെയും. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ അലക്കുകാരനാണ്. ഞാൻ യോഗബലത്തിലൂടെ നിങ്ങൾ ആത്മാക്കളെ ശുദ്ധമാക്കി മാറ്റുന്നു. എന്നിട്ടും നിങ്ങൾ വികാരത്തിലേക്ക് പോയി തന്റെ അലങ്കാരങ്ങളെ കേടുവരുത്തുന്നു. ബാബ വരുന്നത് എല്ലാവരെയും ശുദ്ധമാക്കി മാറ്റാനാണ്. ആത്മാക്കളെ വന്ന് പഠിപ്പിക്കുകയാണ്. എങ്കിൽ പഠിപ്പിക്കുന്നയാൾ തീർച്ചയായും ഇവിടെ വേണമല്ലോ.
വന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുമുണ്ട്. വസ്ത്രങ്ങളും അഴുക്ക് നിറഞ്ഞതാകുമ്പോൾ അതിനെ അലക്കി ശുദ്ധമാക്കി മാറ്റുന്നു. നിങ്ങളും വിളിക്കുന്നു, അല്ലയോ പതിത പാവനനായ ബാബ, വന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ്. ആത്മാവ് പാവനമായി മാറിയാൽ ശരീരവും പാവനമായത് ലഭിക്കും. അതിനാൽ ആദ്യത്തെ പ്രധാന കാര്യം ബാബയുടെ പരിചയം നൽകുക എന്നതാണ്. ബാബയുടെ പരിചയം എങ്ങനെ നൽകും എന്ന ചോദ്യത്തിനു പോലും സ്ഥാനമില്ല. നിങ്ങൾക്കും ബാബ പരിചയം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. ബാബയുടെ അടുത്തേക്ക് വരുന്നു. ബാബ എവിടെയാണ്? ഈ രഥത്തിൽ. ഇതാണ് അകാല സിംഹാസനം. നിങ്ങൾ ആത്മാക്കളും അകാല മൂർത്തികളാണ്. ഇതെല്ലാം നിങ്ങളുടെ സിംഹാസനങ്ങളാണ്. ഇതിൽ നിങ്ങൾ ആത്മാക്കൾ ഇരിക്കുകയാണ്. ആ അകാല സിംഹാസനങ്ങളെല്ലാം ജഡമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ അകാലമൂർത്തി, അർത്ഥം നിരാകാരനാണ്. എനിക്ക് സാകാരത്തിലുള്ള രൂപമില്ല. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഒരിക്കലും വിനാശമാകില്ല. ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കും. ആത്മാവായ എന്റെ പാർട്ട് അവിനാശിയായി അടങ്ങിയിട്ടുള്ളതാണ്. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ പാർട്ട് ആരംഭിച്ചിരുന്നു. 1 എന്ന വർഷത്തിലാണ് നമ്മൾ ഇവിടെ പാർട്ട് അഭിനയിക്കാനായി വീട്ടിൽ നിന്ന് വരുന്നത്. ഇത് 5000 വർഷത്തിന്റെ ചക്രമാണ്. അവർ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. അതിനാൽ കുറച്ചു വർഷങ്ങൾ എന്നത് ചിന്തയിൽ വരുന്നില്ല. അതിനാൽ കുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല, ഞാൻ ആർക്കെങ്കിലും ബാബയുടെ പരിചയം എങ്ങനെ നൽകും എന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്ഭുതം തോന്നും. അല്ല, നിങ്ങൾ ബാബയുടേതായി മാറിയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ബാബയുടെ പരിചയം നൽകിക്കൂടാ? നമ്മൾ എല്ലാവരും ആത്മാക്കളാണ്. അത് നമ്മുടെ അച്ഛനാണ്. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. സദ്ഗതി എപ്പോഴാണ് ചെയ്യുന്നത് എന്നതും നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യും. അവർ കരുതുന്നത് ഇപ്പോൾ 40,000 വർഷം ബാക്കിയുണ്ട്. മാത്രമല്ല, ആദ്യം തന്നെ പറയുന്നു, ഭഗവാൻ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ടതാണ്. ഇപ്പോൾ നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുവും ഉണ്ടാകില്ല. കല്ലിനും മുള്ളിനും അടക്കം പേരുണ്ടല്ലോ. അതിനാൽ ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബയ്ക്കും അറിയാം എത്രയധികം കുട്ടികളാണ് ഉള്ളത്. കുട്ടികൾക്ക് ഇപ്പോൾ പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും അപ്പുറത്തേക്ക് പോകണം. എല്ലാ കുട്ടികളെയും നോക്കുന്നു. അറിയാം, ഈ മുഴുവൻ കുട്ടികളെയും കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സത്യയുഗത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ. എത്ര വ്യക്തമാണ്! അതിനാലാണ് ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. ജ്ഞാനം വളരെ സഹജമാണ്. ബാക്കി ഓർമ്മയുടെ യാത്രയിൽ സമയം എടുക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഒരിക്കലും മറക്കരുത്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ഞാൻ വരുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റാനാണ്. നിങ്ങൾ അകാല മൂർത്തികളായ എല്ലാ ആത്മാക്കളും തന്റേതായ അകാല സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ബാബയും ഈ സിംഹാസനത്തിന്റെ ലോൺ എടുത്തിരിക്കുകയാണ്. ഈ ഭാഗ്യശാലി രഥത്തിൽ ബാബ പ്രവേശിക്കുന്നു. ചിലർ പറയുന്നു, പരമാത്മാവിന് നാമവും രൂപവും ഇല്ല എന്ന്. ഇത് സാധ്യമേ അല്ല. ബാബയെ വിളിക്കുന്നു, മഹിമ പാടുന്നു, എങ്കിൽ തീർച്ചയായും ഒരു വസ്തുവല്ലേ. തമോ പ്രധാനമായതിനാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇത്രയും 84 ലക്ഷം യോനികൾ ഉണ്ടാകില്ല. ആകെയുള്ളത്
84 ജന്മങ്ങളാണ്. പുനർജന്മവും എല്ലാവർക്കും ഉണ്ടാകും. ബ്രഹ്മത്തിൽ പോയി അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കും. ഇങ്ങനെയൊന്നുമില്ല. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഒരാൾ കുറയുകയോ കൂടുകയോ ചെയ്യില്ല. ഈ അനാദിയും അവിനാശിയുമായ ഡ്രാമയിൽ നിന്നാണ് പിന്നീട് ചെറിയ ചെറിയ ഡ്രാമകളും നാടകങ്ങളും നിർമ്മിക്കുന്നത്. അത് വിനാശിയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പരിധിയില്ലാത്തതിൽ നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു, മുൻപ് ആർക്കും അറിയില്ലായിരുന്നു. ഋഷി മുനിമാരും പറയുമായിരുന്നു, ഞങ്ങൾക്ക് അറിയുകയില്ല. ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ബ്രഹ്മാവിലൂടെ വീണ്ടും പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. ഒരു കാര്യവും ഓർമ്മയിൽ വരില്ല. മഹാപ്രളയവും ഉണ്ടാവുകയില്ല. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നീട് രാജധാനി നേടുന്നത് നിങ്ങളാണ്. ഇതിൽ സംശയത്തിന്റെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്കറിയാം, പ്രിയപ്പെട്ടവരിൽ ഏറ്റവും ആദ്യം ശിവബാബയാണ്. പിന്നീട് രണ്ടാമത് പ്രിയപ്പെട്ടത് ശ്രീകൃഷ്ണനാണ്. നിങ്ങൾക്ക് അറിയാം, ശ്രീകൃഷ്ണനാണ് സ്വർഗത്തിലെ ആദ്യത്തെ രാജകുമാരൻ, നമ്പർ 1. അവർ തന്നെയാണ് പിന്നീട് 84 ജന്മങ്ങൾ എടുക്കുന്നത്. അവരുടെ തന്നെ അന്തിമ ജന്മത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പതീതത്തിൽ നിന്ന് പാവനമായി മാറണം. പതീത പാവനൻ ബാബ തന്നെയാണ്. വെള്ളം കൊണ്ടുള്ള നദികൾക്ക് പാവനമാക്കാൻ സാധിക്കുമോ? ഈ നദികൾ സത്യയുഗത്തിലും ഉണ്ടാകും. അവിടെ വെള്ളം വളരെ ശുദ്ധമായിരിക്കും. അഴുക്ക് ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ എത്ര അഴുക്കാണ് വീണിരിക്കുന്നത്. ബാബ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ജ്ഞാനമുണ്ടായിരുന്നില്ല. ജലത്തിന് എങ്ങനെ പാവനമാക്കാൻ സാധിക്കും എന്ന് ഓർത്ത് ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമായ കുട്ടികളെ, ബാബയെ എങ്ങനെ ഓർമ്മിക്കും എന്ന് ചിന്തിച്ച് ഒരിക്കലും വാടരുത്. അല്ല, നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ലേ? അവർ ശരീരവംശത്തിലെ സന്താനങ്ങളാണ്. നിങ്ങൾ ദത്തെടുക്കപ്പെട്ടവരാണ്. ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഏത് അച്ഛനിൽ നിന്നാണോ സമ്പത്ത് ലഭിക്കുന്നത് അവരെ മറക്കാൻ സാധിക്കുമോ? പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു എങ്കിൽ ബാബയെ മറക്കാൻ പാടുമോ? എന്താ ലൗകിക സന്താനങ്ങൾ ലൗകിക പിതാവിനെ മറക്കുമോ? പക്ഷെ ഇവിടെ മായയുടെ എതിർപ്പ് ഉണ്ടാകും. മായയുമായുള്ള യുദ്ധം നടക്കുന്നു. മുഴുവൻ ലോകവും കർമ്മക്ഷേത്രമാണ്. ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇവിടെ കർമ്മം ചെയ്യുന്നു. ബാബ കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ഇവിടെ രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമായി മാറുന്നു. അവിടെ രാവണ രാജ്യം ഇല്ലാത്തതിനാൽ കർമ്മം അകർമ്മമായിരിക്കും. വികർമ്മം ഒന്നും ഉണ്ടാകില്ല. ഇത് വളരെ സഹജമായ കാര്യമാണ്. ഇവിടെ രാവണ രാജ്യത്തിൽ കർമ്മങ്ങൾ വികർമ്മമായി മാറുന്നു. അതിനാൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്നു. രാവണൻ അനാദിയാണ് എന്ന് എപ്പോഴെങ്കിലും പറയുമോ? ഇല്ല. പകുതി കൽപ്പമാണ് രാവണരാജ്യം, പകുതി കൽപ്പം രാമരാജ്യമാണ്. നിങ്ങൾ ദേവതയായിരുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മം അകർമ്മമായിരുന്നു. ഇപ്പോൾ ഇത് ജ്ഞാനമാണ്. കുട്ടിയായി മാറിയെങ്കിൽ പിന്നെ പഠിപ്പും പഠിക്കണം. മതി. പിന്നെ മറ്റൊരു ജോലിയുടെയും ചിന്ത പോലും വരാൻ പാടില്ല. പക്ഷെ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് ജോലി മുതലായവ ചെയ്യുന്നവരാണെങ്കിൽ ബാബ പറയും, കമലപുഷ്പ സമാനം ഇരിക്കൂ. നിങ്ങൾ ഇങ്ങനെയുള്ള ദേവതകളായി മാറുന്നവരാണ്.
ആ അടയാളം വിഷ്ണുവിന് നൽകി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കത് ശോഭിക്കില്ല, വിഷ്ണുവിന് ശോഭിക്കും. അതേ വിഷ്ണുവിന്റെ 2 രൂപങ്ങളാണ് ലക്ഷ്മി നാരായണനായി മാറുന്നത്. അതാണ് അഹിംസ പരമധർമ്മമായ ദേവീ ദേവതാ ധർമ്മം. വികാരത്തിന്റെ കാമകഠാരിയും ഉണ്ടാകില്ല, വഴക്കും ബഹളങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾ ഡബിൾ അഹിംസകരായി മാറുന്നു. സത്യുഗത്തിലെ അധികാരികളായിരുന്നു. പേര് തന്നെ സ്വർണിമയുഗം എന്നാണ്. സ്വർണം കൊണ്ടുള്ള ലോകം. ആത്മാവ്, ശരീരം രണ്ടും സ്വർണമായിരിക്കും. സ്വർണം കൊണ്ടുള്ള ശരീരം നിർമ്മിക്കുന്നത് ആരാണ്? ബാബ. ഇപ്പോൾ കലിയുഗമല്ലേ, സത്യുഗം കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇന്നലെ സത്യുഗം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്നു. നിങ്ങൾ നോളജ് ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുപോലെ ആവില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഞാൻ ആത്മാവ് അകാല സിംഹാസനധാരിയാണ്. ഈ സ്മൃതിയിൽ ഇരിക്കണം. പരിധിയുള്ളതിനും പരിധിയില്ലാത്തതിനും ഉപരിയായി മാറണം. അതിനാൽ പരിധിയുള്ളതിൽ ബുദ്ധി കൊടുക്കരുത്. 2. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഈ ലഹരിയിൽ ഇരിക്കണം. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതി മനസ്സിലാക്കി വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. പഠിക്കുന്ന സമയത്ത് ജോലി കാര്യങ്ങൾ ബുദ്ധിയിൽ നിന്ന് മാറ്റണം. വരദാനം: ശ്രീമതമാകുന്ന കടിഞ്ഞാൺ ടൈറ്റാക്കി മനസ്സിനെ നിയന്ത്രിക്കുന്ന ബാലകൻ തന്നെ അധികാരിയായി ഭവിക്കട്ടെ. ലോകർ പറയുന്നു മനസ്സ് വളരെ വേഗത്തിൽ ഓടുന്ന കുതിരയാണ് എന്ന്. എന്നാൽ നിങ്ങളുടെ മനസ്സിന് അവിടെയും ഇവിടെയും ഓടുക സാധ്യമല്ല. കാരണം ശ്രീമത്തിന്റെ കടിഞ്ഞാൺ ശക്തമാണ്. മനസ്സും ബുദ്ധിയും വഴിയോര കാഴ്ചകളിൽ മുഴുകുമ്പോൾ കടിഞ്ഞാൺ അയഞ്ഞത് കാരണം മനസ്സ് ചഞ്ചലമാകുന്നു. അതിനാൽ എന്ത് കാര്യമായാലും മനസ്സ് ചഞ്ചലമായാൽ ശ്രീമത്തിന്റെ കടിഞ്ഞാൺ മുറുക്കൂ. എങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ബാലകൻ തന്നെ അധികാരി. ഈ ഓർമ്മയിൽ മനസ്സിനെ തന്റെ വശത്താക്കൂ. സ്ലോഗൻ: എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലതാണ്. എന്താണോ സംഭവിക്കാനുള്ളത് അതും നല്ലതിനാണ് എന്ന് സദാ നിശ്ചയമുണ്ടെങ്കിൽ അചഞ്ചലരായി ഇരിക്കാം. ഓം ശാന്തി.